അത് മധുരമുള്ളതാ. ഒരു നേരം പോലും മുടങ്ങാതെ നീ എനിക്ക് ഗുളിക തരുന്നതല്ലേ. അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കലൊക്കെ മധുരം ഉള്ളതാവാം. അത് നമുക്ക് അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് നോക്കാം. ഓ, തമ്പുരാട്ടിക്കുട്ടി, പിണക്കത്തിലാണോ മാഡം? എത്രയും നേരം എവിടെയായിരുന്നു? നീ എന്നോട് മിണ്ടണ്ട. അതെങ്ങനെ ശരിയാവും? എനിക്ക് വേറെ ആരാ മിണ്ടാനുള്ള? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരുങ്ങണ്ടേ? ഇപ്പൊ എന്റെ തമ്പുരാട്ടിക്കുട്ടി സുന്ദരിയായി. പോട്ടെ സീതേ, അവൾ എന്റെ കുട്ടിയല്ലേ. എന്റെ ചേച്ചിക്ക് കൊടുത്ത രാജമുദ്രയുള്ള മോതിരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, അത് തമ്പ്രാട്ടിയുടെ വിരലില് തന്നെ കിടന്നാ മതിയെന്ന്. അത് ലക്ഷ്മിയുടെ കയ്യിൽ കിടക്കുന്ന കൂടുതൽ ഭംഗി. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്ര നേരം ഇവിടെ നിന്ന നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും പൂജയിൽ പങ്കെടുത്ത് പ്രസാദവും വാങ്ങിയിട്ടേ പോകാവൂ. പിന്നെ നാഗബന്ധത്തെക്കുറിച്ചും മണിമാലയെക്കുറിച്ചുമൊക്കെയല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അത് എന്നെക്കാളും വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്നത് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ചിന്നൂന്ന് വിളിക്കുന്ന ഇതാ കല്യാണി മോൾക്കായിരിക്കും. അവള് പറഞ്ഞു തരുമെല്ലാം. മോളെ പറഞ്ഞു കൊടുക്ക്. തുമ്പി ചേച്ചിയാ? ഇവളിത് എവിടെ പോയി കിടക്കുവാ? നീ ഇതെവിടെയായിരുന്നുടി? ഞാൻ കൊട്ടാരത്തിലാ. ഇന്നിവിടെ പൂജയാ. എന്റെ ചേച്ചി? അത് എനിക്കിന്ന് ഹോസ്റ്റൽ ഫീ അടയ്ക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനാ. ഒരു 13,000 രൂപ ഒന്ന് അയച്ചു തരോ? 13,000 രൂപ ഇപ്പോ? ഇല്ലെങ്കിൽ വേണ്ട, ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ വന്ന് നിന്നോളാം. ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ. വേഗം വേണം. ദാസ, ഞാൻ നേരെ ഉമ്മാരെ കൊണ്ട് വെപ്പിച്ചതാ. പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വാടാ. ദാസേട്ടോ, ഇനി നമ്മള് വലുതുകാലം വെച്ച് കയറിയതിന്റെ ഐശ്വര്യം എന്ന് പറയല്ലേ? അതൊക്കെ പോട്ടെ. അല്ല, നീന്ത എത്ര താമസിച്ചേ? ഒരു വലിയ പ്ലാനിങ്ങിലായിരുന്നു. പറഞ്ഞ ദാസേട്ടന് മനസ്സിലാവില്ല. അല്ല, തമ്പുരാനും തമ്പുരാട്ടി എവിടെ? അകത്തുണ്ട്. ഒന്ന് ശ്രദ്ധിക്ക്. തമ്പുരാനെ, തമ്പുരാട്ടി സുഖാണോ നിനക്ക്? ഓ, സുഖാണ് തമ്പുരാനെ. അന്നും ഇന്നും നരേന്ദ്രൻ ഞങ്ങളുടെ മനസ്സിലുണ്ട്. മറക്കില്ല ഞങ്ങൾ, അല്ലേ? ഞാനും മറക്കില്ല. ഓ, നരേന്ദ്രൻ അങ്ങോട്ട് ചെല്ല്, ചെന്ന് വിശ്രമിക്കേ. അയ്യോ, വിശ്രമിക്കാനോ? ഞാൻ വന്നത് തന്നെ താമസിച്ച. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ.
ഇനി ഒരു റെസ്റ്റും ഇല്ല. ഹോമം കഴിഞ്ഞിട്ടേ എനിക്ക് റെസ്റ്റ് ഉള്ളൂ. ഓഹോ എന്നാ ഞാനങ്ങോട്ട്. ആവട്ടെ. ആ ആയിക്കോട്ടെ. ആ കല്യാണി